ഹലോ ഗൈസ്, ഞാൻ കോൺകോർഡിയ ഫെസ്റ്റ് എന്ന് പറഞ്ഞ പത്തനംതിട്ടയിലെ ഫെസ്റ്റിൽ പോയതാണ്. നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കും. ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ, ഞാൻ ഒന്നുകൂടെ പറയാം, പത്തനംതിട്ടയിൽ കോൺകോർഡിയ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിലാണ് ഞാനിവിടെ ആരംഭിക്കുന്നത്. ഇവിടെ ഞാൻ ഏതോ ഒരു ബോട്ടിൽ തുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കോ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ കോൺകോർഡിയ ഫെസ്റ്റൊക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇടാമെന്ന് വിചാരിച്ചു. കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ വരും. ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണും. ചെല്ലേ പോ. മാരകമായി എല്ലാവരും തുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തുരയിലാണ് ഭയങ്കര പ്രശ്നം. എല്ലാവരും ഇങ്ങനെ തുറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ആരാന്ന് മനസ്സിലായോ? ഞാൻ ആ റെഡ് ഡ്രസ് ഇട്ടേക്കുന്നുണ്ടില്ലേ, റെഡ് ഡ്രസ്സ് ദോ അങ്ങ് പോയി തുറയുന്ന കണ്ടില്ല, ദൂരെ പോയി, അതാണ് ഞാൻ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസും പോയി നിങ്ങൾ കാണും. കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ, അത് വരുന്നുള്ളേ ഉള്ളൂ. ഈ സൗണ്ട് കേൾക്കുന്ന എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഡാൻസൊക്കെയാണ്. ഡാൻസൊന്നും ഞങ്ങൾ വീഡിയോ പോകാനായിട്ട് പോയില്ല, കാരണം ഡാൻസ് നല്ല ഒക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തില്ല കേട്ടോ. വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഗൈസ്, ഇത് മറ്റേ എയറോ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ്. നിങ്ങൾ കുറേ പേര് ഈ സാധനത്തിൽ പോകാനായിട്ട് ഇതല്ലേ, കൊച്ചു പിള്ളേരൊക്കെ ഈ സാധനത്തിൽ പോകാനുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് പോകണം ഗൈസ്. ഈ സാധനം നിങ്ങൾ പറയുന്നത് പോലെ നിരങ്ങത്തൊന്നുമില്ല, ചാടിയാണ് നിരങ്ങുന്നത്. എല്ലാവരും ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എല്ലാം വില എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ ഈ സാധനത്തിൽ കയറുന്നത് മറ്റേ വെള്ളം തുറയുന്ന സാധനവും അവിടെയുള്ള എല്ലാ സാധനങ്ങളും കയറുന്നതിന് 60 രൂപയാണ്. അപ്പോൾ ഫെസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് കണ്ട് നിങ്ങൾ ആഘോഷിക്കാനാണ് ഞാനിതൊന്ന് കാണിച്ചത്. ഇത് കയറി വരുന്ന സ്ഥലമാണ്, ബ്ലാക്ക് ടൈ ഇട്ടേക്കുന്നത്. മറ്റേ നിറങ്ങി വരുന്ന സ്ഥലമാണ്. ഇതാ ഞാൻ നിരങ്ങുന്നത്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോണേ. ചാടിയാണ് ഈ നിരങ്ങാൻ പറ്റുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ നിരങ്ങാൻ പറ്റത്തില്ല. കണ്ടേ, നേരെ കണ്ടൊന്നും നിരങ്ങത്തില്ല. നമ്മൾ കാലും വെച്ച് ചെയ്താൽ മാത്രമേ നിരങ്ങുള്ളൂ. അങ്ങനെയാണ് സംഭവം. ഇതാണ് നിങ്ങൾ കാണേണ്ടത് ഗൈസ്. ഇത് VR-ൻ്റെ ഗൈസ് ഒരു സംഭവമാണ് ഗൈസ്. ഇത് നിങ്ങൾ എന്തായാലും കാണണം ഗൈസ്. ഞാൻ മറിഞ്ഞ് നോക്കി ഇതിൽ കാണാനായിട്ട് പറ്റും. നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കിൽ കൂടി ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇറക്കം വരുമ്പോൾ ഞാൻ മറിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് ഈ വരികൂടെ കാണാൻ പറ്റും. അപ്പോഴത്തെ കുറേ ആൾക്കാർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടിയ റെയിൽവേ പാളമാണ്, അതുകൊണ്ട് ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര പേടി വരും. വലിയൊരാൾ വന്നിട്ട് കണ്ടോ ഞാൻ മറിഞ്ഞ് വരുന്നത് കണ്ടോ ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്, പുറകിലോട്ട് മറിഞ്ഞു വീഴും. ഇപ്പോൾ ഇറക്കമാണ് സംഭവം വന്നത്. വലിയ ആൾക്കാർ വരെ അവിടെ കിടന്ന് അലക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു അച്ചാച്ചനുണ്ടല്ലോ, അച്ചാച്ചൻ്റെ തൊട്ട് എതിർ സൈഡിൽ ഒരു വലിയ സാധനം കാണാനായിട്ട് പറ്റും, ഉരുണ്ട സാധനം. അത് പ്ലാനറ്റോറിയമാണ്. അതിൻ്റെ അകത്ത് കിടന്നതിന് ശേഷം പുറകിലോട്ട് കൈ വെച്ചതിന് ശേഷം അതിനോട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കുറേ സാധനങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നത് പോലെ ഇരിക്കും. പ്ലാനറ്റൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ അതിൽ കയറിയിട്ടുണ്ട് ഞങ്ങളെ സ്കൂളിൽ വെച്ച്. അപ്പോൾ ഇപ്പം ഞങ്ങൾ കയറിയിട്ടില്ല.
ഇത് ആന പല മൃഗങ്ങളാണ്. ഇത് മാത്രമല്ല കുറേ അക്വേറിയം ഉണ്ട്, കൊച്ചലിയുണ്ട്, കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഞാനിതൊന്നും വീഡിയോ എടുത്തില്ല. അതെൻ്റെ പൊട്ടത്തരം തന്നെയാണ്. ഞാൻ നിങ്ങളെ കുറേ ആൾക്കാർ വീഡിയോ എടുക്കാത്തതല്ല ഞാൻ ചെയ്തിട്ടുണ്ട്. വേറെ കുറേ മാർക്കറ്റുകളും ഉണ്ടായിരുന്നു. കൂളറിൻ്റെ മാർക്കറ്റ്, സോഫയുടെ മാർക്കറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ഞാനതൊന്നും എടുത്തില്ല. ഇപ്പോൾ തൽക്കാലം ഇതേ. അതുമാത്രമല്ല പൂവങ്കോലികൾ, അങ്ങനെ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. തൽക്കാലം ഇപ്പം ഇത്രയേ ഉള്ളൂ. കുറേ ബേഡ്സും കുറേ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. അച്ചാറുകൾ ടേസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ചപ്പാത്തി പെട്ടെന്ന് റെഡിയാക്കുന്ന സാധനമുണ്ട്. അതൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ തൽക്കാലം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.